നിർമ്മല ഹൃദയ പ്രതിഷ്ഠയ്ക്കൊരുങ്ങുന്ന ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാൽവരി മലയിൽ സുതനോടൊപ്പം സഹരക്ഷകയാവൻ അമ്മേ. കാൽവരി മലയിൽ സുതനോടൊപ്പം സഹരക്ഷകയാവൻ അമ്മേ. അണയുന്നീ മക്കൾ നിൻ സവിധേ നിറ കണ്ണുകളോടെ നിൻ സവിധേ. അണയുന്നീ മക്കൾ നിൻ സവിധേ നിറ കണ്ണുകളോടെ നിൻ സവിധേ. അമ്മേ തിരുകച്ചയാ പൊതിയേണമേ. അമ്മേ തിരുകച്ചയാ പൊതിയേണമേ. മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകേണമേ. അമ്മേ തൂകേണമേ. മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകേണമേ. അമ്മേ തൂകേണമേ. വചനം മാംസം ധരിക്കാതെ പാഴായി പോയൊരു നാളുകളിൽ, പാഴായി പോയൊരു നാളുകളിൽ. വചനം മാംസം ധരിക്കാതെ പാഴായി പോയൊരു നാളുകളിൽ, പാഴായി പോയൊരു നാളുകളിൽ. അമ്മേ തിരുകച്ചയാ പൊതിയേണമേ. അമ്മേ തിരുകച്ചയാ പൊതിയേണമേ. മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകേണമേ. അമ്മേ തൂകേണമേ. തൂകേണമേ. അമ്മേ തൂകേണമേ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി
അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷത്തോടെ അടുത്തുള്ള ഒരു അഭിവാദനം ചെയ്യാം. എന്നിട്ട് സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു. കർത്താവിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി തീഷ്ണതയോടെ ഒരുങ്ങുകയാണ് എന്ന് വിശ്വാസത്തോടെ ഞാൻ കാണുകയാണ്. നിങ്ങളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ നീതിമാൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, ഉറച്ചു നിന്ന് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 38-39 തിരുലിഖിതങ്ങൾ. നമ്മളെല്ലാവരും ഒരു ഓട്ടത്തിലാണ്. സ്വർഗത്തെ ലക്ഷ്യമാക്കി നമ്മളെല്ലാവരും ഒരു ആത്മീയ ഓട്ടത്തിലാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ ഓട്ടം ഓടി, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി. സന്തോഷത്തോടെ അത് പറയാൻ സാധിക്കും. എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു, എൻ്റെ വിശുദ്ധി ഞാൻ കാത്തു, എൻ്റെ ദൈവം നൽകിയ എല്ലാ നിക്ഷേപങ്ങളും ഞാൻ കാത്തു. അതുകൊണ്ട് നീതിയുടെ ന്യായാധിപൻ എനിക്കായി കിരീടങ്ങൾ ഒരുക്കിയത് ഞാൻ സ്വീകരിക്കും. അങ്ങനത്തെ ഒരു വലിയൊരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എനിക്കായി അവൻ കിരീടങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കിരീടങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഭൂമിയിൽ നമ്മളെ തന്നെ ഒരുക്കണം. അത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ തന്നെ നമ്മൾ ഒരുക്കണം. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ 33 ദിവസത്തെ പ്രതിഷ്ഠയും ഒരുക്കമെല്ലാം. നമ്മൾ 33 ദിവസത്തെ ആ പ്രതിഷ്ഠയ്ക്ക് ഒരു ഒരുക്കമാണ് ഈ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കം. അതിൻ്റെ ആദ്യത്തെ നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട മാതാവിനെക്കുറിച്ച് ഒന്നും കേൾക്കുന്നില്ലല്ലോ. അതൊക്കെ നമ്മൾ അടുത്ത ഓരോ 7 ദിവസം വീതം, ഈ 12 ദിവസം കഴിഞ്ഞാൽ പിന്നെ 7 ദിവസം വീതമുള്ള 3 ആഴ്ചകളും കൂടെ ഉണ്ട്. അപ്പോൾ അതിനിടയിൽ കർത്താവ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഉത്ബോധനങ്ങൾ തരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ 33 ദിവസത്തെ ഒരുക്കത്തിലെ ആദ്യത്തെ 12 ദിവസങ്ങളിലെ 8ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് ജൂലൈ 21. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിലേക്ക് ലോകത്തിൻ്റെ അരൂപി പ്രവേശിക്കുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് ലോകത്തിൻ്റെ അരൂപി പ്രവേശിക്കുന്ന ഒരു പ്രധാന മണ്ഡലത്തെക്കുറിച്ച് നമുക്ക് ഉത്ബോധനം തരികയാണ്. അതാണ് സംസാരം. നാവിനെ നിയന്ത്രിക്കുക. പുട്ട് എ കൺട്രോൾ, ഒരു നിയന്ത്രണം നമ്മുടെ സംസാരത്തിന് നമ്മൾ കൊണ്ടുവരണം. ഡെഫിനറ്റായിട്ട് എല്ലാവരും, കുട്ടികൾ കൊണ്ടുവരണം. എല്ലാവരും, പാരൻസ്, യൂത്ത്, ടീച്ചേഴ്സ്, സിസ്റ്റേഴ്സ്, പ്രീസ്, എവരിബഡി, ശുശ്രൂഷകർ, ന്യായവിധിക്ക് നിൽക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന സർവരും സംസാരം നിയന്ത്രിച്ചാൽ അവനവന് നല്ലത്. സംസാരം നിയന്ത്രിക്കാത്തതിന് മൃതി അടയും, നഷ്ടപ്പെട്ടു പോകും ആത്മാവ്. നമ്മളിതിനെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഒരു വളരെ തീഷ്ണമതിയായ ഒരു ധന്യാത്മാവാണ് ലൊറൻസോ സ്കൂപ്പോളി. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് അദൃശ്യ പോരാട്ടം. ഈ ഒരു പുസ്തകത്തിൽ ലൊറൻസോ സ്കൂപ്പോളി വിവരിക്കുന്ന സംസാരത്തെക്കുറിച്ചുള്ളൊരു ഭാഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, വാചിക സംസാരം, വാചാലമായ സംസാരം, നാവ് കൊണ്ടുള്ള സംസാരം. നമ്മളങ്ങോട്ട് സംസാരിച്ച് വാചാലമായി അങ്ങോട്ട് സംസാരം എല്ലാം തീർന്നു കഴിയുമ്പോൾ, വാചികമായ സംസാരം അവസാനിക്കുമ്പോൾ സ്വയം സംതൃപ്തിയുടെ ഒരു പുക ഉയരും. അത് എപ്പോഴും തന്നെ നിരാശയുടെയും നിരുത്സാഹത്തിൻ്റെയും വികാരമാണ് പകരുന്നത്. അതുതന്നെ നാം അറിയാതെ നമ്മുടെ ആത്മാവ് കവർച്ച ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ അടയാളമല്ലേ? അദ്ദേഹം ചോദിക്കുകയാണ്. അതായത് നമ്മുടെ ആത്മാവിനാണ് നല്ല നിക്ഷേപങ്ങളെല്ലാം കുറേ അങ്ങോട്ട് വാചാലമായി ഫ്രണ്ട്സെല്ലാം കൂടിയിരുന്ന് അങ്ങോട്ട് ശരിക്കും സംസാരിച്ച് വിനോദിച്ച് ആഹ്ലാദിച്ച് ഉല്ലസിച്ച് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒത്തിരി അങ്ങോട്ട് സംസാരിച്ചിട്ട് വാചാലമായി അങ്ങോട്ട് സംസാരിച്ച് നല്ല ജോക്കൊക്കെ പറഞ്ഞ് നല്ല ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ
നമ്മുടെ ആത്മാവിൽ ഒരു വിഷാദം, ഒരു വിഷമം, ഒരു ശൂന്യത, ഒരു റിച്ച്നെസ് ഇല്ലായ്മ, ഒരു കാമ്പില്ലായ്മ അനുഭവപ്പെടുകയാണ്. അപ്പോൾ ലോറൻസോ സ്കൂപ്പോളി പറയുകയാണ്, ഇത് എന്താ പറയുക, നമ്മളങ്ങോട്ട് ഒന്നായിട്ട് വാചാലമായി സംസാരിക്കുമ്പോൾ സ്വയം സംതൃപ്തിയുടെ ഒരു പുക അങ്ങോട്ട് ഉയരും എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്തോ ഒരു ആവേശം ഉണ്ടാവും. പക്ഷേ അതിന് ശേഷം ആത്മാവിൽ ഉണർവല്ല, ആത്മാവിൽ ഒരു നിരുത്സാഹത്തിൻ്റെ ലാഞ്ചന, ഒരു നിരുത്സാഹത്തിൻ്റെ നിഴൽ ആത്മാവിലേക്ക് വീഴും. പിന്നെയോ അതിൻ്റെ എന്നിട്ട് പറയാം, എന്തുകൊണ്ടാണ് ആത്മാവിന് നിരുത്സാഹത്തിൻ്റെ നിഴൽ വീണത്? കാരണം ആത്മാവിൻ്റെ വിലപ്പെട്ട പല കാര്യങ്ങളും ആ സമയത്ത് നഷ്ടപ്പെട്ടു പോയി. ആ വാചാലമായ സംസാരത്തിൻ്റെ സമയത്ത് മയിൽ പീലി വിടർത്തി ആടിയ മാതിരി ആടിയ സമയത്ത് ആത്മാവിൻ്റെ വിലപ്പെട്ട പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു. അത് സാത്താൻ അല്ലെങ്കിൽ അത് അന്ധകാര ശക്തികൾക്ക് അധീനമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി മുന്നറിയിപ്പ് തരികയാണ്. അത് വീണ്ടും ലോറൻസോ സ്കൂപ്പോളി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, നാവ് അതിൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം സംസാരിച്ച് തുടങ്ങുമ്പോൾ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ അത് പായുന്നു. കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ അത് പായുന്നു. നല്ലതെന്ന് തോന്നിപ്പിക്കുന്നത് മാത്രമല്ല, ചീത്തയും ഉപദ്രവകരമായവയും അറിയാതെ വിളിച്ച് പറയുന്നു. നമ്മളത് നന്നത് പറഞ്ഞ് ഇടയ്ക്ക് എന്താ പറഞ്ഞത്, ഒരു വാക്കിൽ പഴയെന്നൊക്കെ പറയില്ലേ, ഇടയ്ക്ക് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന കാര്യവും വരും. ഇടയ്ക്ക് മുറിപ്പെടുത്തുന്ന കാര്യം വരും. നാവ് അതിൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം സംസാരിച്ച് തുടങ്ങുമ്പോൾ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ അത് പായുന്നു. നല്ലതെന്ന് തോന്നിപ്പിക്കുന്നത് മാത്രമല്ല, ചീത്തയും ഉപദ്രവകരമായവയും അറിയാതെ വിളിച്ച് പറയുന്നു. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 3-ാം അധ്യായം 8-ാമത്തെ വാക്യം എന്താ? നാവ് അനിയന്ത്രിതമായ തിന്മയും മാരക വിഷവുമാണ്. അനിയന്ത്രിതമായ തിന്മ, മാരകമായ ഈ വിഷം എവിടെയാ? നമ്മുടെ ആത്മാവിലും മറ്റുള്ളവരുടെ ആത്മാവിലെല്ലാം അത് ബാധിക്കും. യാക്കോബ് 3-ാം അധ്യായം 8-ാം വാക്യം എടുത്ത് നോക്കിക്കേ. എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താ? അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ് നാവ്. ഇതാണ് ശ്ലീഹായിക്ക് പഠിപ്പിക്കാനുള്ളത്. നമുക്കിതൊക്കെ സിമ്പിളാണ്. നമ്മളെ സംബന്ധിച്ച് എന്താ, നമുക്കെന്താ പറയുക, ഇന്നിപ്പോൾ നമ്മുടെ ഇടയിൽ എന്താ മാക്സിമം സംസാരം, ചാറ്റിങ്, അൺലിമിറ്റഡ് ടോക്ക് ടൈം, രാത്രി മുഴുവനും നീണ്ടു നിന്ന് സംസാരിക്കാനുള്ള സംവിധാനങ്ങൾ, സംസാരം ലോകം എന്താ ചെയ്യണത്? ലോകം സംസാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാക്സിമം ഫെസിലിറ്റി ഒരുക്കി തരികയാണ്. ആത്മാവ് ശുഷ്കിക്കുകയാണ്. ഈ ലോകം ആത്മാവിനോട് യുദ്ധത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംസാരത്തിനുള്ള സാധ്യത വർദ്ധിപ്പിച്ച് തരികയാണ് നമുക്ക് എല്ലാ വിധത്തിലും. ഇതിൻ്റെ നടുവിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വള്ളം പോലെ നമ്മുടെ ആത്മാവിനെ ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നവനാണ്. അവനാണ് യഥാർത്ഥ ഭക്തിയുള്ളത്. എന്താണ് യഥാർത്ഥ ഭക്തി? ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക, പാവപ്പെട്ടവരുടെ സഹായത്തിനെത്തുക. ലോകം അതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഇങ്ങനെ വർദ്ധിപ്പിക്കും. എന്താ? വചനത്തിനെതിരായ അന്തരീക്ഷം മാക്സിമം പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ നടുവിൽ വചനം പാലിക്കാൻ വേണ്ടി ഞാനും നിങ്ങൾ നിർബന്ധ ബുദ്ധിയോടെ തച്ചിന് പണിയെടുത്തില്ലെങ്കിൽ, അധ്വാനിച്ചില്ലെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരൻ, ഡെഫിനറ്റായിട്ട് എനിക്ക് വചനം ലംഘിക്കാതെ ജീവിക്കണമെന്ന് നല്ല കണിശമായ തീരുമാനം എടുത്തില്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽപ്പെട്ട് നമ്മൾ ഒഴുകിപ്പോകും. അതുകൊണ്ട് ഇന്ന് ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ നമ്മളൊന്ന് ചിന്തിക്കണം. ഇത് കർത്താവ് നമുക്ക് തരുന്ന ഒരു നിർദ്ദേശമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 19-ാം വാക്യം. സുഭാഷിതം 10:19. വാക്കുകൾ ഏറുമ്പോൾ തെറ്റ് വർദ്ധിക്കുന്നു. അതുകൊണ്ട് മാക്സിമം വാക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി ലോകം പരിശ്രമിക്കും. മാക്സിമം സംസാരിക്കുക, മാക്സിമത്തിലേക്ക് നമ്മുടെ നാവിനെ ഉപയോഗിക്കാൻ വേണ്ടി അത് പ്രോത്സാഹിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ഫെസിലിറ്റീസ് നോക്കിയോ, സോഷ്യൽ മീഡിയയിൽ നോക്കിയോ, അത് ഫേസ്ബുക്ക് ആണെങ്കിലും, അത് ക്ലാസ് റൂം ആണെങ്കിലും, അതെന്താ പറയുന്നത് ക്ലബ് ഹൗസ് ആണെങ്കിലും, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, എല്ലായിടത്തും സംസാരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അതായത് നമ്മളിതിൻ്റെ നടുവിൽ, അതതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ, നമ്മളതിനെക്കുറിച്ച് അതിൻ്റെ നടുവിൽ നമ്മുടെ ആത്മാവിനെ നിശബ്ദതയിലും ഡിസിപ്ലിനിലും പ്രാർത്ഥനയിലും ദൈവകൃപയിലും അതിനെ നമ്മൾ സ്ഫുടം ചെയ്ത് വളർത്തിയെടുക്കണം. ഇതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. നമ്മൾ ഈ നാവ് നമ്മൾ തെറ്റായി ഉപയോഗിച്ച് കഴിയുമ്പോൾ എങ്ങനെ നമ്മുടെ ആത്മാവിനെ ബാധിക്കും, എങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കുമെന്ന് വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന പുണ്യാത്മാക്കൾക്ക് അവരുടെ ആന്തരിക ജ്ഞാനം വഴിയും ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വെളിപ്പെടുത്തി കൊടുത്തതുമായ പ്രബോധനങ്ങൾ ചരിത്രത്തിലുണ്ട്. നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജീവിച്ചിരുന്ന സിസ്റ്റർ നഥാലിയ, ആ സിസ്റ്റർ നഥാലിയയ്ക്ക് ഈശോ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുമായിരുന്നു. ഒരിക്കലും ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് സിസ്റ്റർ നഥാലിയോട് സംസാരിച്ചു. അത് 92-ാമത്തെ പേജിലുണ്ട്. സിസ്റ്റർ നഥാലിയോട് പറഞ്ഞത് നാവ് ഒരു കഠാരയാണ്. പറയാണ്, ഏതാനും പേർ നല്ല ഉദ്ദേശത്തോടെ എൻ്റെ അരികിലായിരുന്ന ഒരു വ്യക്തിയെ ഗുണദോഷിച്ചു. ആ വ്യക്തി കണ്ണുനീരോടെ അവൾ ചെയ്തത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ഞാൻ കർത്താവിൻ്റെ ശബ്ദം കേട്ടു, ഇതാ നോക്കൂ എൻ്റെ മകളെ, നാവ് ഒരു കഠാര പോലെയാണ്, അതിന് മുറിവുകൾ ഏൽപ്പിക്കാൻ കഴിയും എന്ന് മാത്രമല്ല അതിന് ആത്മാവിനെ നശിപ്പിക്കാനും കഴിയും. ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റും. അയൽക്കാരനെ നാവുകൊണ്ട് മുറിപ്പെടുത്തുന്നയാൾ നിത്യനാശത്തിൻ്റെ പാതയിലാണ്. നാവ് തെറ്റായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി നിത്യനാശത്തിൻ്റെ പാതയിലാണ്. അയൽക്കാരനെ നാവ് കൊണ്ട് മുറിപ്പെടുത്തുന്നയാൾ നിത്യനാശത്തിൻ്റെ പാതയിലാണ്. ഏറ്റവും നിസ്സാരമായ പാപം പോലും ഉൾപ്പെട്ടിരിക്കുന്ന ഏതൊരു പ്രയത്നവും പരാജയത്തിൽ കലാശിക്കുന്ന ദുർവിധി അവർക്കുണ്ടാകും. അതായത് ഏതൊരു പ്രയത്നത്തിൽ ചെന്നപ്പെട്ടാലും അത് ഗുണത്തിൽ കൊള്ളില്ല. ഏറ്റവും നിസ്സാരമായ പാപം പോലും ഉൾപ്പെട്ടിരിക്കുന്ന ഏതൊരു പ്രയത്നവും പരാജയത്തിൽ കലാശിക്കുന്ന ദുർവിധി അവർക്കുണ്ടാവും. ഈ ആളെ പീഡിപ്പിക്കുന്നവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. എൻ്റെ ഉപകരണങ്ങൾ സ്വന്തം കഴിവിൽ വിശ്വാസം അർപ്പിക്കുന്ന ഔദത്യമുള്ളവരായി തീർന്നാൽ അവരെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉടയ്ക്കുകയും വലിച്ചെറിയുകയും ചെയ്യും. ഇത് നീ അവരോട് പറയണം. ഇത് നമ്മളെല്ലാവരും കേൾക്കണം. കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതായത് സ്വന്തം ഔദത്യത്തിൻ്റെ ഫലമായി, അഹങ്കാരത്തിൻ്റെ ഫലമായി നമ്മൾ നമ്മുടെ സന്നിഷ്ഠ അനുസരിച്ച് സംസാരിക്കാനും പ്രവർത്തിക്കാനും മേൽകീഴ് വിചാരമില്ലാതെ ജീവിക്കാനും തുടങ്ങിയാൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ പാത്രങ്ങളെ ഉടച്ചു കളയുകയും വലിച്ചെറിയുകയും ചെയ്യുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. നാവ് നമ്മുടെ മുഴുവൻ പ്രയത്നങ്ങളെയും കത്തിച്ച് ചാമ്പലാക്കാൻ തക്കവിധം കഴിവുള്ള ഒരു മഹാലോകമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൻ്റെ അരൂപിയെ നമ്മളിൽ നിന്ന് ബഹിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സംസാരത്തെ നാം നിയന്ത്രിക്കണം. യാക്കോബസിലെ ലേഖനത്തിൽ 3-ാം അധ്യായം 2-ാമത്തെ വാക്യം, യാക്കോബസ് ലേഖനം 3-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, നമ്മുടെ ശരീരം ഒരു വലിയൊരു ലോകമാണ്. ഈ മുഴുവൻ ലോകത്തെയും കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നാവിനെ നിയന്ത്രിക്കുക. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞത് ഹോൾ ബോഡീനെ വിശുദ്ധീകരിക്കാൻ നാവിനെ നിയന്ത്രിച്ചാൽ മതി. അത്രയും മർമ്മപ്രധാനമായ ഒരു മണ്ഡലമാണ് സംസാരം, നമ്മുടെ സംസാരം. പക്ഷെ നമ്മൾ അതിൻ്റെ സീരിയസ്നെസ് ഒരിക്കൽ പോലും ഗൗരവത്തിലെടുത്തിട്ടില്ല. സിസ്റ്റർ നഥാലിക്ക് തന്നെ ഈശോ വെളിപ്പെടുത്തിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്. പേജ് 93 അവിടെ പറയണം, നിങ്ങൾ രാത്രി മുഴുവൻ കൈകൾ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വെറുതെ ഉപ്പില്ലാത്ത കഞ്ഞിയും വെറും പച്ചവെള്ളം കുടിച്ച് മാത്രം ഇരിക്കുന്നു. ഉപവാസവും പ്രാർത്ഥനയും ബ്രെഡും വെള്ളവും മാത്രം കൊണ്ട് ഉപവസിക്കുന്നു. ഒന്ന് വായിച്ചു നോക്കാം. ഈശോ പറഞ്ഞു, ബ്രെഡും വെള്ളവും കൊണ്ട് ഉപവസിച്ചാൽ പോരാ. ഉപവസിക്കുന്ന ദിവസം കോപം, മുറുമുറുപ്പ്, കുറ്റപ്പെടുത്തൽ എന്നിവ വർജിക്കുകയും വേണം. കൂടാതെ നാവിനെയും അധരങ്ങൾ എല്ലാ സ്ഥലത്തും ഈശോ ഇത് ആഡ് ചെയ്യും. ഈ നാവിൻ്റെ അല്ലെങ്കിൽ സംസാരത്തെക്കുറിച്ച്. കൂടാതെ നാവിനെയും അധരങ്ങളെയും വ്രതാനുഷ്ഠാനത്തിൽ ഉൾപ്പെടുത്തണം. നാവിനും അധരങ്ങൾക്കൊരു വ്രതം കൊടുക്കണം. എന്താ നിശബ്ദത, ആവശ്യത്തിന് മാത്രം സംസാരം. അനാവശ്യമായി നാവിനെ സംസാരിക്കാനായിട്ട് വിടുന്നില്ല. നാവിനൊരു വ്രതം കൊടുക്കുക, നിശബ്ദത എന്ന വ്രതം അങ്ങോട്ട് കൊടുക്കുക. അതായത് ഞാൻ മറ്റൊരു പുസ്തകത്തിൽ വായിച്ചിങ്ങനെയാണ്,
ഉണ്ണിയേശുവിനെയും പരിശുദ്ധ മാതാവിനെയും യൗസേപ്പ് പിതാവ് സംരക്ഷിച്ചതുപോലെ നിശബ്ദത പുണ്യങ്ങളെ സംരക്ഷിക്കുന്ന നല്ല സംരക്ഷകനാണ്. യൗസേപ്പ് പിതാവ് പരിശുദ്ധ മാതാവിനെ ഉണ്ണിയേശുവിനെ സംരക്ഷിച്ചതുപോലെ പുണ്യങ്ങളുടെ വളർത്തുപിതാവാണ്, അല്ലെങ്കിൽ ദൈവം നമുക്ക് തരുന്ന നല്ല നിക്ഷേപങ്ങളുടെ എല്ലാം വളർത്തുപിതാവാണ് നിശബ്ദത. ഇപ്രകാരമല്ലാതെ നിങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും നിഷ്ഫലമാകും. നിങ്ങൾ കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. പലപ്പോഴും വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നിങ്ങളുടെ അധരങ്ങൾ എൻ്റെ രക്തം പുരണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങൾ എന്നെ അപമാനിക്കുന്നു. ഇതുകൊണ്ടാണ് നിങ്ങളുടെ രാത്രി ജാഗരണ പ്രാർത്ഥനയും കൈകൾ വിരിച്ചു പിടിച്ച കരങ്ങളും ഫലരഹിതമാകുന്നത്. നമ്മളിങ്ങനെ കൈകൾ വിരിച്ചു പിടിച്ച് ഒത്തിരി പ്രാർത്ഥിക്കുന്നു, മുട്ടുമേൽ നീന്തി പ്രാർത്ഥിക്കുന്നു, വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നു, നമുക്ക് 21 ദിവസം ദാനിയൽ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കുന്നു, പരിത്യാഗം തപസ് എല്ലാം ചെയ്യുന്നു, പക്ഷേ സംസാരത്തെ നിയന്ത്രിക്കുന്നില്ല. നിങ്ങളുടെ വിരിച്ച കൈകളും നിങ്ങളുടെ വേദനിക്കുന്ന നിങ്ങളുടെ തപസ്സും, ശരീരത്തിലുള്ള മുറിപ്പെടുത്തൽ വരുന്ന തപസ്സും, നിങ്ങളുടെ പ്രായശ്ചിത്തങ്ങളും, നിങ്ങളുടെ കഠിനമായ പരിഹാര ജീവിതം എല്ലാം ഫലരഹിതമാകുന്ന ഒരു ചെറിയ കാര്യത്തിൽ തട്ടിയാണ്. നിയന്ത്രണമില്ലാത്ത നാവ്, സംസാരത്തെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുന്നില്ല. ഇതുകൊണ്ടാണ് നിങ്ങളുടെ തപസ്സും പ്രായശ്ചിത്തവും പരിഹാരങ്ങളും വിരിച്ച കരങ്ങളെല്ലാം ഫലരഹിതമാകുന്നത് എന്ന് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സിസ്റ്റർ നതാലിയ ഡീച്ച പറയാണ്, സാത്താനെ പോലും നീ ആവശ്യമില്ലാത്തൊരു വാക്കോട് നീ ദുഷിക്കരുത്. നീ ഒരു ദൂഷണമോ ഒരു ദുഷിച്ച വാക്കോ നീ ഒരാളെക്കുറിച്ചും സാത്താനെക്കുറിച്ച് പോലും നീ ലൂസിഫറിനെ കുറിച്ച് പോലും പറയണ്ട, ദുഷ്ടനെന്നോ ഒന്നും പറയാൻ നിൽക്കണ്ട. ഒരിക്കൽ സാത്താൻ ഇപ്രകാരം എന്നെ പ്രോത്സാഹിപ്പിച്ചു. പേജ് 93 ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകം സോഫിയ ബുക്ക് ഹൗസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനകത്തൊരു പുസ്തകത്തിന് വളരെ മനോഹരമായ പുസ്തകമാണ്. ആത്മീയ വളർച്ചയ്ക്ക് വളരെ പ്രയോജനം, പ്രത്യേകിച്ച് വൈദികർക്കും സിസ്റ്റേഴ്സിനും വളരെ പ്രയോജനകരമായ ഒരു പുസ്തകമാണ് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി, പേജ് 93. അത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഒരിക്കൽ സാത്താൻ ഇപ്രകാരം എന്നെ പ്രോത്സാഹിപ്പിച്ചു, എന്നെ ശപിക്കുക. സാത്താൻ പറയാം, നീ എന്നെ ശപിച്ചാട്ടും, നീ എന്നെ ശപിച്ചാട്ടെ, എന്നെ ശപിക്കുക. അപ്പോൾ സിസ്റ്റർ നതാലിയ പറഞ്ഞു, ഞാനിപ്പം നിന്നെ പ്രത്യേകിച്ച് ശപിക്കേണ്ട കാര്യം എന്താ? അല്ലാതെ തന്നെ നീ വേണ്ടത്ര ശപിക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പിശാച് പിന്നെ പറഞ്ഞു, നീ വെറുതെ ഒന്ന് ശപിച്ചാൽ മതി, നീ കേവലം എന്നെ ഒന്ന് ശപിക്കുക മാത്രം ചെയ്യുക, നീ വെറുപ്പ് പ്രകടിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താ, അങ്ങനെ വെറുപ്പ് പ്രകടിപ്പിച്ച എന്താ ഗുണം? നമ്മൾ കൃപയില്ലാതെ സംസാരിക്കുമ്പോൾ അതുവഴി നമ്മുടെ നല്ല നിക്ഷേപങ്ങളെ സാത്താന് കവർന്നെടുക്കാൻ പറ്റും. നമ്മൾ കൃപയില്ലാതെ സംസാരിക്കുമ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ അത് ഈശോയെ വേദനിപ്പിക്കും, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും, നമ്മുടെ നല്ല നിക്ഷേപങ്ങൾ സാത്താൻ കവർന്നെടുക്കും. നാം നമ്മുടെ ആത്മീയ ജീവിതം ഫലരഹിതമാകും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഒരു മനുഷ്യനെക്കുറിച്ച് കളങ്കത്തോടുകൂടെ സംസാരിക്കാതിരിക്കുക, ദൂഷണങ്ങൾ പറയാതിരിക്കുക, നാവിനെ നന്നായിട്ട് നിയന്ത്രിക്കുക. വീണ്ടും വിശുദ്ധ ലിഖിതത്തിൽ ധാരാളം കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 7 തൊട്ട് 11 വരെ തിരുലിഖിതങ്ങൾ. വാക്കിനുള്ള വില നമ്മൾ ശ്രദ്ധിക്കണം. വാക്ക് വരുത്തി വെക്കുന്ന വിനകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നിശബ്ദതയെ നമ്മൾ പുൽകണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7 തൊട്ട് 11 വരെ വാക്യങ്ങൾ. ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 1 വേഴ്സസ് 7 to 11. കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു, എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു. ദുർഭാഷണം നടത്തുന്നവൻ പിടിക്കപ്പെടും, നീതിയുടെ ശിക്ഷ അവനെ വെറുതെ വിടുകയില്ല. അധർമ്മിയുടെ ആലോചനകൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. അധർമ്മി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അരൂപിയാൽ ഇങ്ങനെ ദൈവകൃപയെന്ന് വീണുപോയി. വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. അവൻ്റെ വാക്കുകൾ, നമ്മുടെ എല്ലാ വാക്കുകളും കർത്താവിൻ്റെ മുമ്പിൽ വരും. അത് അവൻ്റെ ദുർവ്യാപാരങ്ങൾക്ക് സാക്ഷ്യമായിരിക്കും. എന്താ സാക്ഷ്യം? ദുർവ്യാപാരം. നമ്മൾ CCTV ക്യാമറ, ആ ക്യാമറ ദൃശ്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കാമെന്ന് വിചാരിക്കും. നമ്മൾ ചെയ്തതിനെല്ലാം സാക്ഷിയാണ് CCTV ക്യാമറയിൽ വന്ന ദൃശ്യങ്ങൾ, അല്ലേ? ഒരുപാട് പേരുടെ പല കാര്യങ്ങളും. അപ്പോൾ
അതുപോലെ നമ്മൾ നമ്മുടെ എല്ലാ വാക്കുകളും നമ്മളെ തന്നെ നമ്മുടെ സർവ്വ സാധനങ്ങളും ക്യാമറയിൽ പിടിക്കാൻ വെച്ചിട്ട് CCTVയിൽ പിടിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്. നമുക്കെതിരെയുള്ളൊരു സാക്ഷ്യമാണ് നമ്മുടെ വാക്കുകൾ നമുക്ക് തന്നെ എതിരെ സാക്ഷി നൽകും. നിങ്ങൾ വായിച്ചു നോക്കിയത്, അവൻ്റെ വാക്കുകൾ അവൻ്റെ തന്നെ ദുർവ്യാപാരങ്ങൾക്ക് കർത്താവിൻ്റെ മുമ്പിൽ സാക്ഷ്യമായിരിക്കും. അങ്ങനെ അനാവരണം ഇതിങ്ങനെ നമുക്കെതിരായിട്ട് അവിടെ നിൽക്കും. അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു, മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽ മുറുമുറുപ്പ് പോലും അവൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയില്ല. നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത്. നമ്മൾ ചിലപ്പോൾ മുറുമുറുക്കില്ലേ, ഇങ്ങനെ സ്വരം കുറച്ച് പറയില്ലേ, അതൊന്നും അതായത് ചെറിയൊരു സംസാരം, കാര്യമായി വലിയ ആക്രോശമോ ചീത്തവിളിയോ അസഭ്യം വിളിയോ വെല്ലുവിളിയോ ഒന്നും അല്ല, ചെറുത് മുറുമുറുക്കുക, അതുപോലും കർത്താവിൻ്റെ മുറുമുറുപ്പ് പോലും കർത്താവിൻ്റെ ശ്രദ്ധയിൽ പെടാതിരിക്കുകയില്ല. പരദൂഷണം പറയരുത്, നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത്, രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതമുണ്ടാകും. ഏറ്റവും അവസാനമായിട്ട് അതിൻ്റെ മർമ്മവചനം പറഞ്ഞിരിക്കുകയാണ്, നുണ പറയുന്ന നാവ്, അല്ലെങ്കിൽ ക്രമരഹിതമായ നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. ബാക്കിയെല്ലാം ഉണ്ട്. നാവ് നിയന്ത്രണം ഇല്ലാതാണെങ്കിലോ? നാവ് നിയന്ത്രണം ഇല്ലാത്തതാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു വൈക്കോൽ കുണ്ടം പോലെ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ആ പുണ്യത്തിൻ്റെ ഒരു വൈക്കോൽ കുണ്ടം നമ്മളുണ്ടാക്കി, അതിൻ്റെ അടുത്ത് തീപ്പൊരി പോലെയാണ് നമ്മുടെ നാവ്. അതെല്ലാം നിഷ്പ്രയാസം കത്തിച്ചാമ്പലായി പോവും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം നമ്മുടെ സംസാരത്തെക്കുറിച്ച്. യുവദാസൻ്റെ ലേഖനത്തിൽ അതിലൊരധ്യായമേ ഉള്ളൂ, 9 തൊട്ട് 13 വരെ വാക്യങ്ങൾ. അവിടെ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. മിഖായേലിന് ഇനി ന്യായവിധി ഇല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. പ്രധാന ദൂതനായ മിഖായേൽ സ്വർഗത്തിലെ മുഖ്യദൂതൻ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചുമായി തർക്കത്തിലേർപ്പെട്ടു. അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത വാക്ക്, ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു. വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാവുകയും ചെയ്യുന്നു. അവർക്ക് ദുരിതം. എന്തുകൊണ്ടെന്നാൽ അവർ കായൻ്റെ മാർഗത്തിലൂടെ നടക്കുകയും ലാഭേച്ഛ കൊണ്ട് ബാലാമിൻ്റെ തെറ്റിൽ ചെന്ന് വീഴുകയും കോറായുടെ പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ കാര്യം മാത്രം നോക്കി നിർഭയം തിന്നുകുടിച്ച് മതിക്കുന്നവർ നിങ്ങളുടെ സ്നേഹ വിരുന്നുകൾക്ക് കളങ്കമാണ്. അവർ കാറ്റിനാൽ തുരത്തപ്പെടുന്ന ജലശൂന്യമായ മേഘങ്ങളാണ്. ഉണങ്ങി കടപുഴകിയ ഫലശൂന്യമായ സരൽക്കാല വൃക്ഷം പോലെയാണത്. അവർ തങ്ങളുടെ ലജ്ജയുടെ നുരയുയർത്തുന്ന ഉന്മത്ത തരംഗങ്ങളാണ്. വഴിതെറ്റിപ്പോകുന്ന നക്ഷത്രങ്ങളാണ്. അവർക്ക് വേണ്ടി അന്ധകാര ഗർത്തങ്ങൾ എന്നേക്കുമായി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. എത്രയോ ഗുരുതരമായ അവസ്ഥയാണ് വചനം നമ്മളെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ വേറെ ആരെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. സത്യത്തിൽ പരിശോധന നടത്തിയത് നമ്മൾ ഓരോരുത്തരും ഈ ഒരു ട്രാക്കിലൂടെ സഞ്ചരിക്കുന്നവരല്ലേ എന്ന് നമ്മൾ ബലമായി സംശയിക്കേണ്ടി വരും. നമ്മൾ ഗൗരവത്തിൽ നമ്മളെ തന്നെ ആത്മശോധന ചെയ്യണം. ഈ ദിവസങ്ങളിൽ നമ്മൾ ഈശോയുടെ സ്വന്തമാകാൻ വേണ്ടി നമ്മളെ പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ പോവുകയാണ്. ദൈവവചനം നമ്മളെ വളരെയധികം മുന്നറിയിപ്പ് താക്കീത് ചെയ്യുന്ന മേഖലയാണ് നാവിൻ്റെ ഉപയോഗം, സംസാരത്തിന് നിയന്ത്രണമില്ലായ്മ. നമ്മളിതിനെക്കുറിച്ച് നന്നായിട്ട് ശ്രദ്ധിക്കുകയും ഗൗനിക്കുകയും ചെയ്യണം. വീണ്ടും വചനത്തിൽ കർത്താവ് തന്നെ ഇതിനെക്കുറിച്ച് ചില മുന്നറിയിപ്പ് തരുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാമത്തെ വാക്യം യേശു വളരെ ശക്തമായൊരു മുന്നറിയിപ്പാണ് നമുക്ക് തരുന്നത്. മാത്യു 12:36 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഐ ടെൽ യു,
കർത്താവ് ഒരു അതോറിറ്റേറ്റീവായിട്ട് സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു. വളരെ ഡെഫിനറ്റായിട്ട് കാര്യം കർത്താവ് പഠിപ്പിക്കുകയാണ്. മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും മൊത്തം ഒരു സംസാരത്തിന് വേണ്ടിയല്ല, ഒരൊറ്റ സിംഗിൾ വേർഡ് ഉണ്ടെങ്കിൽ ആ സിംഗിൾ വേർഡിന് വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ നേരത്തെ കർത്താവ് നമ്മളെ വചനം വീണ്ടും കേൾപ്പിക്കണത് അവിടുന്ന് നമ്മളെ വചനം കൊണ്ട് കഴുകി വെണ്മയുള്ളവരാക്കാൻ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണ്. നമ്മളെ വെണ്മയുള്ളവരാക്കി തൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ നമ്മളെ യോഗ്യരാക്കി അവിടെ നമ്മൾ നിർത്താൻ വേണ്ടി കർത്താവ് വചനം അയക്കുകയാണ് നമുക്ക്. ഈ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ക്രിസ്തു അനുകരണം എന്നൊരു പുസ്തകമുണ്ട്. അതിൻ്റെ ഓതറാണ് തോമസ് അക്കംബിസ്. അദ്ദേഹം വളരെ വലിയൊരു ജ്ഞാനിയാണ്. അദ്ദേഹം പറയുകയാണ്, നിശബ്ദതയിൽ ആത്മാവ് അഭിവൃദ്ധി പ്രാപിക്കുന്നു, പുഷ്ടി പ്രാപിക്കുകയാണ്. നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളിൽ ആത്മാവ് ക്ഷയിക്കുകയാണ്. നിശബ്ദതയിൽ ആത്മാവ് പുഷ്ടി പ്രാപിക്കുന്നു, ശക്തി പ്രാപിക്കുന്നു. യെശയ്യായുടെ പുസ്തകത്തിൽ 30-ാം അധ്യായം യെശയ്യായുടെ പുസ്തകത്തിൽ 30-ാം അധ്യായം 15-ാം തിരുലിഖിതം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിശബ്ദതയിലേക്ക് മടങ്ങാൻ കർത്താവ് തരുന്നൊരു വചനമാണ്. സ്വസ്ഥതയും, എൻ്റെ അവസാന ഭാഗം കണ്ടോ, ലാസ്റ്റ് ഭാഗത്ത് നോക്കിക്കേ. സ്വസ്ഥതയും ആശ്രയവും ആയിരിക്കും നിങ്ങളുടെ ബലം. സ്വസ്ഥതയും ആശ്രയവും ആയിരിക്കും നിങ്ങളുടെ ബലം. എന്നാൽ ലോകം നമ്മളെ നിർബന്ധിക്കും. ലോകത്തിൻ്റെ അറിവുണ്ടോ, നമ്മൾ അങ്ങനെ ആയിരിക്കില്ല. ലോകത്തിൻ്റെ അറിവ് നമ്മൾ ഭരിക്കുന്നുണ്ട്, നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല നമുക്ക്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ എല്ലാ അവയവങ്ങളിലും ഭരണം നടത്തും. നാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഭരണം നടത്തും. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഭരണം. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരങ്ങൾ വരുന്നത്. ഹൃദയം പോലെ തന്നെ അധരത്തെയും ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിക്കും. നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ അധരത്തെയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിപൂർണ്ണ നിയന്ത്രണത്തിന് നമ്മൾ വിട്ടുകൊടുക്കണം. ആരാധനയുടെ സമയത്ത് നമുക്ക് ഹൃദയത്തെയും അധരത്തെയും സമർപ്പിച്ച് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധി നൽകുന്നു ഈ ദാസരേ, അങ്ങേ സന്നിധി നൽകുന്നു ഈ ദാസരേ, അവിരാമം ഞങ്ങൾ പാടാ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുമേൽ നിന്ന് രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനെ നമുക്ക് കുറച്ചു നേരം ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് കർത്താവിൻ്റെ സന്നിധി വിശ്വാസ പ്രമാണം നമുക്ക് കർത്താവ് ഹൃദയത്തിൽ തട്ടി ബോധ്യത്തോടെ ചെല്ലാം. നമുക്ക് നാവിൻ്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും അഴിയണം. ഈ വിശ്വാസ പ്രമാണ സമയത്ത് അന്ധകാര അരൂപി, പ്രത്യേകിച്ച് ലോകത്തിൻ്റെ അരൂപികൾ നമ്മുടെ ചിന്ത, പ്രത്യേകിച്ച് ഹൃദയത്തെയും നാവിനെയും നിയന്ത്രിക്കുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ അത്ഭുതകരമായ ഡെലിവറൻസ് സംഭവിക്കട്ടെ. കൈകൾ വിരിച്ച് പിടിച്ച് നമ്മുടെ ആ നിർഭാഗ്യാവസ്ഥയെല്ലാം സമർപ്പിച്ച് നമ്മുടെ
ആത്മാവിൻ്റെ ദുസ്തുതി സമർപ്പിച്ച് ഉച്ചത്തിൽ ചെല്ലാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കരങ്ങൾ ഉയർത്തി കുറച്ചു നേരം നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ആഗതനാകണമേ, 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 ആഗതനാകണമേ. തുടർന്ന് പരിശുദ്ധാത്മാവിന്റെ ലുത്തനിയ ജപം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും മുട്ടുമേൽ നിന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, സർവശക്തനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ, പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ, പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളുടെയും കാരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്വർഗീയ നീരുറവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദഹിപ്പിക്കുന്ന അഗ്നിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആർദ്രമായ സ്നേഹമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആത്മീയ അഭിഷേകമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കുന്ന ആത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദൈവമക്കളുടെ പുത്ര സ്വീകാര്യത്തിന്റെ അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവേ പാപത്തെക്കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ, പരിശുദ്ധാത്മാവേ അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ, പരിശുദ്ധാത്മാവേ അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം
ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവേ എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ പിതാവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളിൽ പ്രകാശിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ നദി ഞങ്ങളിൽ ഒഴുക്കി സൽപ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോട് കൂടെ നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാതനകൾ സാധിച്ചു തരണമേ. ആമേൻ. നമുക്ക് തുടർന്ന് നമ്മുടെ മനസ്സിൻ്റെ എല്ലാ മണ്ഡലങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കൊരു ധൈര്യവും ഒരു നിയന്ത്രണവും ഒരു അധികാരവും തരണം. നമുക്ക് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ ദൈവം ഒരു ശക്തി തരണം, ഒരു കൃപ തരണം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ അധരത്തെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നാവിനെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മയുടെ ജീവിതം ധ്യാനിക്കുക. പരിശുദ്ധ അമ്മ വളരെ ശാന്തതയിൽ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആവശ്യത്തിന് മാത്രം സംസാരിച്ചു. ബാക്കി സമയം ഹൃദയത്തിൽ മനനം ചെയ്തുകൊണ്ടിരുന്നു. നിശബ്ദതയുടെ താഴ്വരയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുപാട് ആനന്ദം കണ്ടെത്തിയ പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ട് നിൽക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്താം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ മാതാവിൽ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഞങ്ങളെയും പുണ്യങ്ങളെ സംരക്ഷകനായ നിശബ്ദതയെ ആഞ്ഞു പുലുകാൻ ഞങ്ങളെയും പരിശീലിപ്പിക്കണമേ, സഹായിക്കണമേ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ. എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ. എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ബലിപീഠത്തിൽ അഗ്നിയിറക്കി ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ബലിപീഠത്തിൽ അഗ്നിയിറക്കി ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ. എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. സ്വർണ്ണത്തെ പോലെ എന്നെ ശുദ്ധീകരിക്കണമേ. പാപം നിറയും എന്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ. സ്വർണ്ണത്തെ പോലെ എന്നെ ശുദ്ധീകരിക്കണമേ.
ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. തുടർന്ന് മുട്ടുമേൽ നിന്ന് പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള വിമല ഹൃദയ പ്രതിഷ്ഠാ ജപം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടനകൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികയെ, തിരുസഭയ്ക്ക് സർവ്വസ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തകർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 പരിശുദ്ധാത്മാവേ, ആരാധന. ഹല 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 ഹല. അഗ്നിക്കടലുകൾ നാവിൽ നൽകി ശുദ്ധീകരിച്ചതുപോ എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണമേ. അഗ്നിക്കടലുകൾ നാവിൽ നൽകി ശുദ്ധീകരിച്ചതുപോ എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. തുടർന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ അപേക്ഷിച്ച് ഈരടി ആലപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, തിരുക്കച്ചയാ പൊതിയേണമേ. അമ്മേ, തിരുക്കച്ചയാ പൊതിയേണമേ. മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകേണമേ. അമ്മേ, തൂകേണമേ. മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകേണമേ. അമ്മേ, തൂകേണമേ. തൂകേണമേ. അമ്മേ, തൂകേണമേ.